നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളോട് അവർ കറൻറ്റ്ലി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അവരുടെ ഹൈഡ് ഇമോഷൻസ് എന്താണ്, അവരെന്താണ് ഹൈഡ് ചെയ്യുന്ന ഇമോഷൻസ് എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് 3 പ്രാവശ്യമെങ്കിലും ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ലൈക്ക് ചെയ്ത എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തു മാറ്റം വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റം ലഭിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിൽ എത്രത്തോളം ഹാപ്പിനെസ്സോടു കൂടിയും എത്രത്തോളം പൊരുത്തപ്പെട്ട് പോസിറ്റീവായിട്ട് കടന്നു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ ഈ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നും കൂടി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ മാജിക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ നിരന്തരം ഒരു കാര്യം വളരെയധികം സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം, അത് ഏത് തരത്തിലെ ബന്ധമായിക്കോട്ടെ, ഏത് ബന്ധമായിക്കോട്ടെ, അത് നിങ്ങൾ ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ഇന്ന രീതികളിൽ വന്നു ചേരുന്നതിനും ഞാനും ആ ഒരു പേഴ്സണും ഏറ്റവും നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് ഏറ്റവും ഉയർന്ന ഏറ്റവും സ്ട്രോങ് ആയ ഒരു ഹാപ്പി മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് അഫർമേഷൻസ് എഴുതേണ്ടത്. പോസിറ്റീവായ വേഡ്സുകൾ മാത്രമേ അഫർമേഷൻസിൽ രേഖപ്പെടുത്താവുള്ളൂ. നെഗറ്റീവായ ഒരു കാര്യങ്ങളും, തേർഡ് പാർട്ടി എന്നും ഞങ്ങൾക്കിടയിലുണ്ടായ ചതി, വഞ്ചന, ഇതൊക്കെ ഞാൻ മറക്കുന്നു, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. എല്ലാം പോസിറ്റീവ് വേഡ്സുകളാൽ പൂർത്തീകരിക്കണം അഫർമേഷൻസ്. പ്ലസ് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം. നമ്മളുടെ മനസ്സിനകത്തുള്ള നമ്മളിലുള്ള നെഗറ്റീവാകുന്ന കാര്യങ്ങളെയും അതുപോലെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു ആയ ഏത് സിറ്റുവേഷൻസിലുള്ള വ്യക്തികളായിക്കോട്ടെ അവരിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ ഹീലാക്കി കളയാനാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറയുന്നത്. റൈറ്റ് ഹീലിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ട്രോമാസ് എനർജികൾ, നെഗറ്റീവ് എനർജികൾ, ദേഷ്യം, വൈരാഗ്യം, നമ്മളിൽ വേണ്ടാത്ത കുറേ, നമ്മളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കുറേ എനർജികളാണ് റൈറ്റ് ഹീലിങ്ങിൽ കണക്റ്റ് ചെയ്ത് എഴുതി കത്തിച്ച് കളയണം. സെക്കൻഡിൽ തന്നെ അത് കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുക, അത് നിങ്ങൾക്കൊരു മിറാക്കിൾ കൊണ്ടുവരും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അത് ഏത് തലത്തിലുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി ലഭിക്കുകയും നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ, പരിഹാരം, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് ലഭിക്കുകയും ചെയ്യുന്ന എനർജി തന്നെയാണ് ടാറോ റീഡിങ്സ്. പ്ലസ് നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ഒരു പൂർണ്ണ രൂപമെന്നും മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് നിങ്ങളോടുള്ള ആ ഒരു പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹൈഡ് ഇമോഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. ഏറ്റവും സോഴ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ആക്ഷൻ എടുത്ത് ഏറ്റവും സക്സസ് എനർജിയിൽ എത്തേണ്ട ഈ ഒരു സിറ്റുവേഷൻസിനെ, നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു എനർജിയെ അവരുടെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് പിന്മാറി നിന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ റിലേഷനിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു തകർച്ച എനർജി ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം,
അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻ എൻഡായി പോയ ബന്ധമായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരുടെ തെറ്റ് അവർ തിരിച്ചറിയുന്നു. അവർ ആക്ഷൻ എടുക്കേണ്ട പലയിടത്തും അവർ മൗനം പാലിച്ചിരുന്നതായിട്ടും അവർ ഈ ഒരു റിലേഷനിൽ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവാതെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കടന്നുപോയതായിട്ട്, അതായത് അവർക്ക് വലിയ തട്ടുകേട് വരാതെയും എന്നാൽ അവർ ഇതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന രീതിയിൽ കണക്ട് ചെയ്ത് നിന്നു. ഇതൊക്കെയാണ് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. അവർ ആക്ഷൻ എടുക്കേണ്ട സമയങ്ങളിലൊന്നും അതിൻ്റേതായ പൂർണ്ണ രൂപത്തോടു കൂടി ആക്ഷൻ എടുത്തില്ല എന്ന ഒരു കുറ്റബോധം അവരെ ശരിക്കും പിടികൂടിയിട്ടുണ്ട്. 2 ഫേസ് എനർജിയിലാണ് അവർ ഈ ഒരു റിലേഷനിൽ നിന്നത്. ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹം നടിച്ചുവെങ്കിൽ ഉള്ളിൽ നിങ്ങളോട് യാതൊരു രീതിയിലെയും കമ്മിറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. പുറമേ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലായിരുന്ന വ്യക്തിയാണെങ്കിൽ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. സാഹചര്യം ആ വ്യക്തിയെ ബ്ലോക്കാക്കിയതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അവർക്ക് കുറ്റബോധമുണ്ട്. അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവരിപ്പം നിങ്ങളെ ഇരയാക്കി, ഈ ഒരു റിലേഷനിൽ നിങ്ങളെ അവർ പെടുത്തി. ഒരു പക്ഷേ നിങ്ങളെ ഇവരായിരിക്കാം പുഷ് ചെയ്ത് ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നെത്തിച്ചത്. ലാസ്റ്റ് നിങ്ങൾ അതിനകത്തിട്ട് നിന്ന് കയ്യും കാലും ഇട്ട് അടിക്കേണ്ട ഗതികേട് വരികയും അവർ നിസ്സാരമായിട്ട് യാതൊരു രീതിയിലെ തട്ടുകേട് വരാതെ രക്ഷപ്പെടുകയും ചെയ്തൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ ഇരയാക്കി മിസ്യൂസ് ചെയ്തു എന്ന ആ ഒരു ചിന്ത അവരെ ശരിക്കും പിടികൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നെഗറ്റീവ് തോട്ട്സാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ തളർത്തിക്കളയുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ശരിക്കും കുറ്റബോധമുണ്ട്. അതായത് വഴിയെ വെറുതെ പോകേണ്ട ഒരാളെ പിടിച്ച് ഇതിലേക്ക് പെടുത്തി അവരെ മാക്സിമം അതിനകത്തിട്ട് സ്ട്രഗിൾ ചെയ്യിച്ച് പെയിൻ അനുഭവിച്ച് ഒരു ശക്തമാകുന്ന ഒരു കർമ്മ എനർജിയിലേക്ക് തള്ളിയിട്ട് ഇവർ നിസ്സാരമായിട്ട് പോയി എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണുന്നത്. ചുറ്റും അവരിപ്പോൾ ഭയപ്പെടുന്ന ഒരു എനർജിയാണ്. അവർ നിഴലിനെ പോലും പേടിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിഴലിനെ പോലും ഒരു ഉൾഭയത്തോടു കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കറൻറ്റ്ലി നിൽക്കുന്നത്. എപ്പോഴും അവരിൽ നെഗറ്റീവ് തോട്ട്സാണ്, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഒരു ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ടോട്ടലി നോക്കിയ ഒരു ബ്ലൈൻഡ് എനർജിയാണ്. മുന്നോട്ടേക്ക് എന്ത് എന്നവർക്കൊരു ഉറപ്പില്ലാതായി. കാരണം ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സമയം മോശമാകുന്നു, അവരുടെ ചിന്തകൾ മോശമാകുന്നു, അവരൊരു ട്രാപ്പിലേക്ക് സ്വയം അവർ തന്നെ ചെന്ന് ചാടുന്നു. കാരണം നമുക്ക് തെറ്റ് ചെയ്തു എന്നുള്ള തോന്നൽ വരുമ്പം, അതായത് ആദ്യമൊക്കെ തെറ്റ് ചെയ്തില്ല ഞാൻ ചെയ്തതൊക്കെ അതാണ്, അങ്ങനെയാണ്, അത് കറക്റ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഉള്ളിൽ തെറ്റ് ചെയ്തു എന്നൊരു ബോധം വന്നു തുടങ്ങുമ്പം പശ്ചാത്താപം എന്ന് പറയുന്നൊരു കാര്യം പിടിപെട്ടു തുടങ്ങും. അതായത് പൈശാചികമാകുന്ന ചിന്തയിൽ നിന്നും ദൈവിക ചിന്തയിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങുമ്പം കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ തുടങ്ങും. അതായത് പലതും മറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്വയം മറച്ചു വെക്കുന്നത് അവരുടെ സോള് തന്നെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. അതിൻ്റെ ആ ഒരു പരിഭ്രാന്തി അവരിൽ വളരെ ശക്തമായിട്ടുമുണ്ട്. കുറ്റബോധം വളരെയധികം പിടികൂടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയാണ്. വേണോ വേണ്ടയോ, എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ സമയത്തെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊരു കാര്യത്തിലും ഒരു ബാലൻസിങ് ഇല്ല, ഇൻബാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നത്. കറൻറ്റ്ലി അവരിപ്പോൾ ഒരു ചെറിയ മോശം സമയമാണ്, ചെറിയൊരു കാർമിക് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു 2 ഫേസ് എനർജിയിൽ അവർ നിന്നത് അവർ തിരിച്ചറിയുന്നു. കാരണം നിങ്ങളവരെ ഹോൾഡ് ചെയ്തപ്പം നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്തതുപോലെ അവർ നിങ്ങളെയും ഹോൾഡ് ചെയ്തു. പക്ഷെ അതൊരു ടോക്സിക് ആയിട്ടാണ് അവരത് ചെയ്തത്. കാരണം ഒരു അസംതൃപ്തിയോടു കൂടിയാണ് നിങ്ങളോടൊപ്പം ആ ഒരു വ്യക്തി നിലനിന്നിരുന്നത്. ഒരു പക്ഷേ ഫസ്റ്റ് ടൈം വളരെ ഇൻട്രസ്റ്റോടു കൂടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നുപോയ വ്യക്തി പിന്നീട് നിങ്ങളുടെ ബന്ധം അവർക്കൊരു മുഷിച്ചിലായിട്ട്, ഒരു മടുപ്പായിട്ട് തോന്നിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് അവർ ഹൈഡ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിലനിന്നത്. ഒരു ടോക്സിക് ഫീലിങ്സ്, ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഷൗട്ടിങ് രീതിയിലും മടുപ്പോടു കൂടിയും നിങ്ങൾ ചോദിക്കുന്നതിന് പൂർണ്ണതയോടുകൂടി ഒരു മറുപടി തരാതെയും നിങ്ങൾ എഫോർട്ട് എടുത്ത് അങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യുകയല്ലാതെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത സിറ്റുവേഷൻസുകളും എല്ലാം ഈ ഒരു എനർജിയിൽ കണക്റ്റഡായി പോയിട്ടുണ്ട്.
ശരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ കിടന്ന് ഇവരുടെ ഒരു കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. നിങ്ങൾ പലവട്ടം ഇവരോടൊരു ക്ലാരിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയുക, യെസ്സോ നോയോ, ഞാൻ മാറാം, എനിക്ക് നോ പ്രോബ്ലം എന്നൊക്കെ. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സൗഹൃദമായാലും ഇത് എന്തു ബന്ധമായാലും ആ ബന്ധത്തിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കിടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ക്ലാരിറ്റി, ഫ്യൂച്ചർ അറിയാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സിറ്റുവേഷൻസാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ ഒരു പക്ഷേ കറൻറ്റ്ലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവരെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയിൽ ഫോക്കസ് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയായിരുന്നു. നിങ്ങളോട് അവരുടെ എല്ലാ ഫീലിങ്സും മറച്ചു പിടിച്ചു. അതായത് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹവും അവർ ഹൈഡ് ചെയ്തു വെച്ചു, അല്ലെങ്കിൽ നിങ്ങളോട് ചിലരോട് തോന്നിയ ആ ഒരു വിരക്തി, മടുപ്പും അവർ ഹൈഡ് ചെയ്തു വെച്ച് നിങ്ങളെ ഒരു ടോക്സിക് സിറ്റുവേഷൻസിലേക്ക്, അതായത് പെയിൻ മാത്രമുള്ള ഒരർത്ഥമില്ലാത്ത ബന്ധത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവരാണ് നൽകിയത്, നിങ്ങൾ അവരിലേക്കല്ല ചെന്നത്, അവർ നിങ്ങളിലേക്കാണ് വന്നത്. തീർച്ചയായിട്ടും അവിടെ ബ്ലോക്ക് ആക്കാമായിരുന്നു. ക്ലോസ് ചെയ്യാവുന്ന ബന്ധത്തിൽ പ്രതീക്ഷ നൽകി അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയും അതിലെടുത്ത ആക്ഷനുകൾ, അവരെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നത് അവരിപ്പം മനസ്സിലാക്കുന്നു. അവർ സ്വയം ഇങ്ങനെ ഉരുകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അവർ ചെയ്യുന്നത് ഇപ്പോഴവർക്ക് സംശയമായി. പാസ്റ്റിൽ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേറെ പല കാര്യങ്ങളും അത്യാവശ്യമുള്ള, ചിലപ്പോൾ ഫിനാൻഷ്യലാവാം, കരിയർ മേഖലകളാവാം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഫാമിലിപരമാകുന്ന പല ഉത്തരവാദിത്തങ്ങളിലും അവർ നിലകൊള്ളേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാവാം. എന്താണെങ്കിലും അവർക്ക് ചുറ്റും ഒന്നിലധികം സിറ്റുവേഷൻസുകളും, ഇമ്പോർട്ടൻ്റായ സിറ്റുവേഷൻസുകളും, എന്നാൽ നല്ലതും ചീത്തയും വളർച്ചയും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന സിറ്റുവേഷൻസുകളും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവരിപ്പോൾ കറൻ്റ്ലി ചിന്തിക്കുന്നത് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിലും അവരെടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളിൽ ഒരു അർത്ഥമില്ലാതായിപ്പോയി. അവരുടെ ചിന്തകൾ തന്നെ അവരെ ചതിച്ചു, അവരുടെ മനസ്സ് അവരെ ചതിച്ചു. ടോട്ടലി നോക്കുമ്പം അവർക്ക് ഒരു ശൂന്യതയാണ് കാണുന്നത്. ഇപ്പം അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവർക്കിനി എന്ത് തീരുമാനമാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് എന്നത് അവർക്ക് ചിന്തിക്കാനോ അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കാനോ സാധിക്കുന്നില്ല. കാരണം പാസ്റ്റിൽ അവർ ചെയ്തത് അറിഞ്ഞ് ചില ചതികളായിരുന്നതുകൊണ്ട് ഇപ്പം അവർക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു ബ്ലൈൻഡ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ആലോചിക്കുകയാണ്, എല്ലായിടത്തുനിന്നും ബൗണ്ടറി തീർത്ത് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ്. ആരുമായിട്ട് പാസ്റ്റിൽ അവർ ചിലപ്പോൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആനന്ദിച്ച് സന്തോഷത്തോടു കൂടി സെലിബ്രേഷനൊക്കെ നടന്നൊരു പേഴ്സൺ ആവാം. കറൻറ്റിൽ അവരിപ്പോൾ ബൗണ്ടറി ഇട്ട് എല്ലാ ആഗ്രഹങ്ങളെയും അവരുടെ മനസ്സിലുള്ള ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്ത് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന, ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ആഗ്രഹങ്ങളെ പോലും ഹൈഡ് ചെയ്ത് പിടിച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ഒന്നിലും സഹകരിക്കാനോ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് അവരിപ്പം കടന്നു പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ശരിയും തെറ്റും ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല. കാരണം അവരിലേക്ക് കർമ്മ ബേസ് കണക്റ്റഡ് ആയപ്പം പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ അവരിൽ കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസുകൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആക്ഷൻ എടുക്കേണ്ടടുത്ത് അവർ ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചില നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവരിനി എഫോർട്ട് എടുക്കേണ്ടത് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. നിങ്ങളോടൊപ്പം അവർ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിൽ നിന്നും അവർ ഇമോഷണലി ഒരിക്കലും ഒരു പൂർണ്ണതയില്ല. ഇനി ഒരിക്കലും ഈ ഒരു ബന്ധത്തെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല, ഈ ഒരു ബന്ധം ലൈഫിലേക്ക് വേണ്ട എന്ന് തന്നെ ചിന്തിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഒന്നും കൂടി ചിന്തിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന് അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷെ ആഗ്രഹമുണ്ട്,
നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ, ഈ ഒരു ബർഡൻ ഇറക്കി വെക്കണമെങ്കിൽ, അവരിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സ്ട്രഗിൾ എനർജീനെ ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. പക്ഷെ പാസ്റ്റിൽ ചെയ്തു പോയ ചില പ്രവർത്തികൾ, വാക്കുകൾ അവരെ തിരിച്ച് കണക്റ്റ് ചെയ്യിക്കാൻ, നിങ്ങളിലേക്ക് വരാൻ പറ്റില്ലാത്ത വിധമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡബിൾ ജഡ്ജ്മെൻറ്റിംഗ് എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് ലഭിക്കും ഉടനെ തന്നെ. മാത്രവുമല്ല ഒരു റീബർത്ത് എനർജി ഉണ്ട്, ഒരു ന്യായം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ നടപ്പിലാക്കും. അവർ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർക്ക് സമാധാനപരമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്നേ പറ്റൂ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അവർ അടിയറ പറയേണ്ടി വരും, നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരും, നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് അവർ ട്രാവലിംഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തടസ്സങ്ങളുണ്ട്, മറ്റുള്ള വ്യക്തികളുടെ തടസ്സങ്ങൾ ഇതിനകത്തുണ്ട്. അവരൊരു പക്ഷേ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്താൽ, ഒരു ഫാമിലി എനർജിയിലേക്ക് നിങ്ങളുമായിട്ട് എത്തിച്ചേരാൻ ശ്രമിച്ചാൽ മറ്റു പലരുടെയും തടസ്സങ്ങൾ അതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട്. എതിർക്കാൻ ആളുകളുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എന്ന് തന്നെയാണ് കാണുന്നത്. കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. പ്രൊട്ടക്ഷൻ ശരിക്കും വേണം. നിങ്ങളുമായിട്ട് അവർക്കൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിലും, നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു മീറ്റപ്പ് എനർജി ഉണ്ടാവണമെങ്കിലും അത്ര ശക്തമാവുന്ന ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണേലും 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ സിംഗിൾ എനർജിയിലുള്ള വ്യക്തികളാണേലും അല്ലാതെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൂടെ പോകുന്നവരാണേലും ഫാമിലി എനർജി ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു എനർജി കണക്ട് ചെയ്യുന്നത് അവരുമായിട്ടൊരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി എനർജിയിലൂടെ ഒരുമിച്ചൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകാനുള്ള യോഗമുണ്ട്. തടസ്സങ്ങളെ മറികടക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ. നിങ്ങളിലൂടെ തന്നെ ആയിരിക്കും ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ബ്ലോക്ക് ചേഞ്ച് ആവാൻ സാധ്യത കാണുന്നുണ്ട് ഉടനെ തന്നെ. ഏകദേശം ഇതിനകത്തൊരു 3 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു 3 മന്ത്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 4 മന്ത്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് കണക്റ്റ് ചെയ്യാനുള്ള, ഒരുമിച്ച് ചേരാനുള്ളൊരു എനർജി യോഗം വന്നിരിക്കുന്നത്. 4ഉം 3ഉം എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങളുടെ റിലേഷൻ്റെ കാര്യങ്ങൾ നിലനിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഉറച്ച തീരുമാനം വരും. തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ വളരെ പോസിറ്റീവായിരിക്കുക. എല്ലാം നിങ്ങളുടെ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ ചേർത്ത് നിർത്തുക. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും. നിങ്ങളുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ഇതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അവർക്ക് നിങ്ങളെ കണക്റ്റ് ആകുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് അവർ നിങ്ങളിലേക്ക് കണക്റ്റഡായിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തൊരു ഹാപ്പി ഫാമിലിയാണ്, അഥവാ ഫാമിലിയുടെയൊക്കെ എന്തെങ്കിലും തർക്കമാണ്, തടസ്സമാണ് ഈ ഒരു ബന്ധത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫ്രഷ്യസ് ആയിട്ട്, നിങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്ന ഏത് വ്യക്തികളാണെങ്കിലും അവർ നിങ്ങളെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കും എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇമോഷണൽ അബണ്ടൻസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് കേട്ടോ. പാസ്റ്റിലെ ചില കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാനുള്ളൊരു ബന്ധത്തെയാണ് കാണുന്നത്. നിങ്ങൾ കൊടുത്തത് എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അവർ തിരിച്ച് തരണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫാമിലിയും കൂടി ഇൻവോൾവ് ആയ ബന്ധമാണ് എങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ശക്തമാകുന്ന ഒരു തടസ്സം കാണുന്നത്. അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരെ പൂർണ്ണമായിട്ട് ഫാമിലി എനർജി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മുന്നിൽ ഒന്നിലധികം പ്രശ്നങ്ങളൂടിയുണ്ട്. നിങ്ങളിലേക്ക് വരിക എന്നത് അസാധ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളൂടി അവർ നേരിടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും അവർ വളരെയധികം സ്ട്രെസ് എനർജിയിലാണ്. അവരുടെ ചിന്തകൾ അവരെ അലട്ടുന്നു. അവരെ പിടിച്ച് സമാധാനപരമായിട്ട് നിർത്താതെ എപ്പോഴും അവരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾ, അവരുടെ തെറ്റുകൾ, അവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, അവരിൽ നിന്നുണ്ടായ
ഉണ്ടായ ചില നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. അവർ ഹൈഡ് ചെയ്യുന്ന ഇമോഷൻസ് നിങ്ങളോടൊപ്പമുള്ളൊരു ഫാമിലി ലൈഫാണ് കേട്ടോ, കുടുംബജീവിതം. അവർ വളരെ ഹാർട്ട് ബ്രോക്കണിലാണ്, പെയിൻ അനുഭവിക്കുകയാണ്. കാരണം ദ ലവേഴ്സും 2 ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ദ ഡബിൾ എനർജിയും ദ ഫുൾ കാർഡുമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ തെറ്റുകൾ നല്ല രീതിയിൽ അവർക്ക് തിരുത്തണം എന്നുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി അവരിൽ വരുന്നുണ്ട്. തിരിച്ചറിവാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നാണ്. ഒരു പക്ഷേ പാസ്റ്റിൽ അവർ ചില ഇമോഷൻസിനെയൊക്കെ ബേസ് ചെയ്തോ ചില തോന്നലുകളെയൊക്കെ ബേസ് ചെയ്തോ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേറ്റഡ് എനർജിയിൽ നിന്ന് ഇപ്പോൾ അവർ കറൻ്റിൽ ചിന്തിക്കുന്നത് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം, നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് വേണം, നിങ്ങളോട് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻസ് വേണമെന്ന് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഓൾഡ് ലേഡി പ്രസൻസും വെല്ലുവിളി പോലെ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ ഒരു പേഴ്സൺ സൈലൻ്റ് ആണ്, ശാന്തമായിട്ടിരിക്കുന്നു, എല്ലാത്തിനെയും മനസ്സിലാക്കുന്നു, വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്കിടയിലുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് അവരൊരു ഉറച്ച തീരുമാനം എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദ ഡബിൾ എനർജിയാണ് കേട്ടോ. നിങ്ങളോട് വല്ലാത്തൊരു ഇമോഷണൽ അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആകർഷണം, നിങ്ങളുമായിട്ടൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം, ബന്ധം, നിങ്ങളുടെ പ്രസൻസ്, സാന്നിധ്യം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ എനർജി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റിലേഷനിൽ ടോട്ടലി നോക്കുമ്പോൾ ഒരു കർമ്മ ബേസ് നിൽപ്പുണ്ട്, ഒരു കാർമിക്കുണ്ട്. അതായത് പ്രതിസന്ധികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പൊരുത്തത്തിൻ്റെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ രീതിയിൽ ബ്ലോക്കേജ് ഉണ്ട്. എന്നാണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എനർജി ഉണ്ട്. ദ ഫുൾ കാർഡാണ്. ഇതിനകത്ത് മദർ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. മദർ എനർജി എന്ന് പറഞ്ഞാൽ ശക്തമാകുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ആവാം, അതല്ലെങ്കിൽ ഒരു വിഡോ എനർജി ആവാം. എന്താണേലും നിങ്ങളെക്കാൾ ഏജ്ഡായി, നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെക്കാളും ഏജ്ഡായ ഒരു ലേഡി പ്രസൻസിൻ്റെ ശക്തമാകുന്ന ഒരു വെല്ലുവിളി ഈ ഒരു റിലേഷനിൽ ഓവറോൾ കണക്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. എന്താണെങ്കിലും അവർ കറൻ്റിലി ഒന്ന് ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാതെ ശരിക്കും ചിന്തിക്കുന്നു. ഒരു തിരിച്ചറിവിൻ്റെ പാതയിൽ തെറ്റുകളെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും 3 or 4 months ഈ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു പൂർണ്ണമാകുന്ന രൂപം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ.